അവർ പുറത്തേക്കിറങ്ങിയത് വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാനുള്ള ജ്വരത്തിൻ്റെ ആ ജ്വരത്തെ അതിസുന്ദരമായി സെക്സ് റാക്കറ്റുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടായിരുന്നു. വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക അത് മാത്രം ധർമ്മമായി കാണുന്ന ഒരു തലമുറയുണ്ടാകുന്നു. ഇത് പറയുന്നത് നമ്മളാരുമല്ല. ആ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ മാർക്കറ്റിംഗ് വിഭാഗം തലവൻ ആയ ചാൾസ് ക്രോത്തമ്മർ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് വിദഗ്ധൻ, അദ്ദേഹം പറയുന്നത് ഈ മാർക്കറ്റിങ്ങിൻ്റെ കൾച്ചർ യഥാർത്ഥത്തിൽ കൾച്ചർ ഓഫ് നാർസിസിസമാണ് എന്നാണ്. ആത്മാരാധനയുടെ സംസ്കാരം. ഞാനും എൻ്റെ കെട്ടിയോനും തട്ടാനും മതി എന്ന് പണ്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ടല്ലോ, ഏകദേശം അതേ സംസ്കാരം. കെട്ടിയോനില്ലെങ്കിലും വേണ്ടില്ല, തട്ടാനില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ മാത്രം മതിയെന്നും ആ കെട്ടിയോനെയും തട്ടാനെയും ഞാനുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എനിക്ക് വാങ്ങാൻ കഴിയുമെന്നും കരുതുന്ന, കെട്ടിയോനില്ലെങ്കിലും പണമുണ്ടെങ്കിൽ ആസ്വദിക്കാൻ എനിക്ക് കഴിയുമെന്ന് കരുതുന്ന പുതിയ തലമുറ. ഇതിന് മുഴുവനും കാരണം ഈ അടിസ്ഥാന ധാർമ്മികതയിൽ വന്നുപോയ പിഴവുകളാണ്. ആ പിഴവുകൾ നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം, ആ പിഴവുകൾ തിരുത്താൻ നാം സന്നദ്ധമാകാത്തിടത്തോളം കാലം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെയാണ് മുസ്ലിങ്ങൾക്ക് നേരെ, മുസ്ലിം സ്ത്രീക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് മാർക്കറ്റിംഗ് ലോകത്ത് ഒരു വിഷയമായത് മുതൽ ഇസ്ലാമിൻ്റെ സ്ത്രീയും ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രവും ഏറെ ആക്ഷേപിക്കപ്പെടുകയും ഏറെ എതിർക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇസ്ലാമിലെ സ്ത്രീ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് മുൻപും. പക്ഷേ ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രം ഈ ആധുനിക കാലഘട്ടത്തിലൊടിച്ച് ഈ രൂപത്തിൽ വൃത്തികെട്ടതായി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രം ഈ ആധുനിക കാലഘട്ടത്തിൽ 980-കൾക്ക് ശേഷമല്ലാതെ ഇത്ര മോശമായി അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രം സ്ത്രീയുടെ എല്ലാ രൂപത്തിലുമുള്ള അവകാശങ്ങളുടെ നിഷേധമായി 980-കൾക്ക് മുൻപ് ഈ രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. 980-കൾ മാർക്കറ്റിംഗ് ലോകത്തെ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ്. അക്കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മാർക്കറ്റിങ്ങിൻ്റെ കള്ളക്കണ്ണുകൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല എന്നും സെക്സ് റാക്കറ്റുകൾക്ക് അവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധ്യമല്ല എന്നും കൃത്യമായി അറിയുന്നവരാണ് ഈ രംഗത്തെ വിദഗ്ധന്മാർ. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീ അവളുടെ വസ്ത്രം അതവർക്ക് പ്രശ്നമായി തീരുന്നു. എന്തേ കന്യാസ്ത്രീയുടെ വസ്ത്രം പ്രശ്നമാകാത്തത്? കന്യാസ്ത്രീ ജീവിക്കുന്നവളല്ല, മരിക്കുന്നവളാണ്. അവൾ ജീവിതത്തെ നിഷേധിച്ചവളാണ്. അവൾ ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മഠങ്ങളിലേക്ക് ഉൾവലിഞ്ഞവളാണ്. അവളുടെ തടിയിൽ ഇനി കച്ചവടത്തിന് സ്ഥാനമില്ല, അവളുടെ ശരീരത്തിൽ ഇനി കച്ചവടത്തിന് അവസരമില്ല. അതേസമയം മുസ്ലിം സ്ത്രീ അതല്ല, അവൾ പച്ചയായ സ്ത്രീയാണ്. അവളുടെ ശരീരം കച്ചവടം ചെയ്യപ്പെടേണ്ടതുണ്ട്. അവളുടെ ശരീരത്തെ ഉപയോഗിച്ച് പണമുണ്ടാക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ രൂപത്തിൽ ഉള്ള അവൾ നിന്നു കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണമെങ്കിൽ തീർച്ചയായും മാർക്കറ്റിംഗ് നടക്കേണ്ടതുണ്ട്. അവളെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അവളുടെ തൊലിപ്പുറം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ. അതിന് കഴിയണമെങ്കിൽ ഈ വസ്ത്രത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടേ പറ്റൂ. മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം ആധുനിക മാർക്കറ്റിങ്ങിന് അനുയോജ്യമല്ല എന്നതുകൊണ്ട് തന്നെ അത് വലിച്ചു കീറാതെ മാർക്കറ്റിങ്ങിൻ്റെ കള്ളക്കണ്ണുകൾക്ക് അവളുടെ തൊലിപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ആ വസ്ത്രത്തെ സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ കഴിഞ്ഞ 2-2.5 പതിറ്റാണ്ട് കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട കുറേ സത്യങ്ങളുണ്ട്. ഇന്ത്യ രാജ്യം ഒരു ഉപഭോക്തൃ രാഷ്ട്രമായി തീരുന്നത് 990-കൾക്ക് ശേഷമാണ്. 2000-ആയപ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ രാഷ്ട്രങ്ങളിലൊന്നായി, 3-ാം ലോകത്തെ ഏറ്റവും വലിയ ഉപലോക രാഷ്ട്രങ്ങളിലൊന്നായി ഇന്ത്യ രാജ്യം മാറി. അതോടുകൂടി ഇന്ത്യയിൽ നിന്ന് സൗന്ദര്യറാണിമാരുടെ ഒരു പട തന്നെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറുന്നത് കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യയിൽ നിന്ന് സൗന്ദര്യ റാണിമാർ, അതുവരെയുണ്ടായിരുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെട്ടു. പഴയ സൗന്ദര്യ സങ്കല്പപ്രകാരം യൂറോപ്പായിരുന്നു
സൗന്ദര്യത്തിൻ്റെ കേദാരം. ആ യൂറോപ്പിലെ സൗന്ദര്യ റാണികൾക്ക് പകരം അത് ഇന്ത്യ രാജ്യത്തിലെ സൗന്ദര്യ റാണികൾക്ക് ലോകസുന്ദരി പട്ടങ്ങൾ ലഭിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക്, നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സുകൾക്കകത്തേക്ക് സുഷ്മിതാ സെന്നിനെയും ഐശ്വര്യ റായിയെയും അടിച്ചു കയറ്റുമ്പോൾ അവരെപ്പോലെയാകുവാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്കി പത്രമാണ് അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് മുഴുവനും തന്നെ. അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് മുഴുവനും ഇന്ത്യക്കാരായ സാധാരണക്കാരായ ആളുകളെ ഉപഭോഗ ജ്വരമുള്ളവരാക്കി അവർക്കാവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവരെ ഉപയോഗിച്ച്, ഇവരുടെ തൊലി വെളുപ്പ് ഉപയോഗിച്ച് വളരെ സമർത്ഥമായി തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുവാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഒരാൾക്കും അറിയാത്ത ടെന്നീസിൽ നിന്ന് മുസ്ലിം ലോകത്ത് നിന്ന് ഒരു താരം ഉദിച്ചുയർന്നത് നമ്മൾ അറിഞ്ഞതാണ്. എന്ത് ആ താരത്തിൻ്റെ സവിശേഷത? മുസ്ലിം ലോകത്ത് നിന്ന് ഇന്ത്യയിൽ നിന്നുണ്ടായ ടെന്നീസ് താരത്തിന് ടെന്നീസിനെക്കുറിച്ച് മുസ്ലിം യുവാക്കൾക്കോ യുവതികൾക്കോ അറിയാത്തൊരു സമയത്ത് പോലും ടെന്നീസ് അവരുടെ ജ്വരമായി തീരുകയാണ്. കഴിഞ്ഞില്ല. അവരുടെ സവിശേഷത ഹജ്ജിന് പോകുമ്പോൾ അവർ മുഖവും മുൻകൈയും മാത്രം കാണിക്കുന്ന വസ്ത്രമിടുന്നു എന്നതാണ്. ആ ഹജ്ജിന് പോകുന്ന ചിത്രം ഫ്രണ്ട് പേജിൽ തന്നെ പത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ സ്പോർട്സ് പേജിൽ ശരീരത്തിലെ സകല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് സ്പോർട്സിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അതേ സാനിയ മിർസയെ നമ്മൾ കാണുന്നു. മുസ്ലിങ്ങൾക്കുള്ള മെസ്സേജാണ്. മെസ്സേജ് മുസ്ലിം സ്ത്രീക്ക് ഇങ്ങനെയാകണം പെണ്ണ്. ആരാധനക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ മറച്ചോ, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഇതായിക്കോ. ഇവിടെയാണ് പുതിയ തന്ത്രങ്ങൾ കടന്നു വരുന്നത്, വളരെ സമർത്ഥമായ തന്ത്രങ്ങൾ. ഈ സെക്സ് റാക്കറ്റിലേക്ക് കടന്നു പോകാൻ, ഈ തോന്നിവാസത്തിൻ്റെ മാർക്കറ്റിംഗ് സംസ്കാരത്തിന് മുന്നിൽ ഇസ്ലാം അവൾക്ക് തടയിടുന്നുവെങ്കിൽ അവിടെ കോംപ്രമൈസിൻ്റെ സിദ്ധാന്തങ്ങളുമായി വളരെ സമർത്ഥമായി നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനകത്തേക്ക് ഈ പരസ്യ മാർക്കറ്റ് കടന്നു ചെല്ലുകയാണ്. ഉപഭോഗ ജ്വരമുള്ളവരാക്കി അവരെ തീർക്കുകയാണ്. ആ ഉപഭോഗ ജ്വരമാണ് ജീവിതത്തോടുള്ള നിഷേധം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത്. ജീവിതത്തെക്കുറിച്ച് ഒരു TV കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിന് ജീവിക്കണം? ഒരു TV കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ എന്നും കാണുന്ന സീരിയൽ കാണുന്ന സ്വാതന്ത്ര്യം എനിക്കില്ലെങ്കിൽ ഞാനങ്ങ് മരിക്കട്ടെ. തീരുമാനിക്കുന്നത് എത്ര എളുപ്പം. എന്തേ പ്രശ്നം? ജീവിതത്തോടുള്ള നിഷേധാത്മകത. എന്തേ ജീവിതത്തെ വില അറിയായ്മ? എന്തുകൊണ്ട്? ജീവിതത്തിനപ്പുറത്ത് കാണുന്നത് വസ്തുക്കളോടുള്ള സ്നേഹമാണ്. ആ വസ്തുവില്ലെങ്കിൽ, ആ സാധനമില്ലെങ്കിൽ, എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. വസ്തുപ്രധാനമായ മനസ്സുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് വളരെ സമർത്ഥമായി. ഇവിടെയാണ് മുസ്ലിം സ്ത്രീ വീണ്ടും കടന്നു ചെല്ലുമ്പോൾ കൃത്യമായ ദൈവിക ബോധനങ്ങളുണ്ടെങ്കിൽ അവളെ ഈ രൂപത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയാവുന്നവരാണിവർ. അവിടെയാണ് ദൈവിക ബോധനത്തിൻ്റെ ആളുകൾക്ക് മുന്നിലും പുതിയ കോലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവിക ബോധനം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് മുസ്ലിം സ്ത്രീയെ രാജിവെപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് കൃത്യമായി അറിയാം ഇത്തരം ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ അവരെ രാജിവെപ്പിക്കാതെ തന്നെ, ഇസ്ലാമിൽ നിന്ന് രാജിവെപ്പിക്കാതെ തന്നെ തങ്ങളുടെ മാർക്കറ്റിങ്ങിന് പറ്റുന്ന രൂപത്തിലുള്ള ആളുകളാക്കി അവരെ തീർക്കുവാൻ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു അവർ. ആ സങ്കേതങ്ങളിൽപ്പെട്ടതാണ് അടുത്തു മാത്രം നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഇസ്ലാമിക് ഫെമിനിസം എന്ന സങ്കേതം. മുസ്ലിം ആവുക നിങ്ങൾ. വിമോചനത്തിൻ്റെ കുപ്പായമിട്ട പാശ്ചാത്യൻ ഫെമിനിസം ഈ മുസ്ലിങ്ങൾക്ക് അരോചകമാണ്, മതനിഷേധമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാശ്ചാത്യൻ ഫെമിനിസ്റ്റുകളാവല്ലേ, മറിച്ച് നിങ്ങളാകേണ്ടത് ഇസ്ലാമിനകത്തു നിന്ന്, ഇസ്ലാമിൻ്റെ അകത്തു നിന്ന് പെണ്ണിൻ്റെ മോചനത്തിന് വേണ്ടി, പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പെണ്ണിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പെണ്ണിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വാദിക്കുന്നവരാകുക. നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന പേര് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ. ആ ഇസ്ലാമിക് ഫെമിനിസ്റ്റിൻ്റെ സവിശേഷത എന്താണ്? പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച്, തിരുസുന്നത്ത് ഉപയോഗിച്ച് ഈ മുതലാളിത്തത്തിൻ്റെ വൃത്തികേടുകൾക്ക് മുഴുവനും തെളിവ് കണ്ടെത്താൻ അവർ സന്നദ്ധരാണ്. എന്തിനും വസ്ത്രമൂരിയിടണമോ? ഖുർആനിൽ തെളിവുണ്ട്. സ്ത്രീപക്ഷ വായന വേണമോ? ഖുർആനിൽ തെളിവുണ്ട്. ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ വക്താക്കളിൽ പലരും ജഡത്വത്തിൻ്റെതായ ഇസ്ലാമിക വസ്ത്രം ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞ് അത് കത്തിച്ച് ഈ ഫെമിനിസത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നവരാണ്. പക്ഷേ അവർ പിന്നീട് അറിയപ്പെട്ടത് ഇസ്ലാമിക